ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ ആഴ്ച, പുതിയ തുടക്കമല്ലേ. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു കേട്ടോ. പിന്നെന്താ, ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയിലുള്ള ചൂട് കേട്ടോ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ചൂടായിട്ടാണെന്ന് തോന്നുന്നു ദേഹം മുഴുവനും ചൊറിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥത. മുഖമായാലും കൈയും ദേഹവും ഒക്കെ ഒരു ചൊറിച്ചിലാണോ എന്തൊക്കെയോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനത്തെ ചൂട്. നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിയർക്കത്തില്ലായിരുന്നു. ഞങ്ങളെപ്പോഴും പറയായിരുന്നു ബാംഗ്ലൂരിൽ നമ്മൾ വിയർപ്പ് എന്തെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഇട്ട തുണി അങ്ങനെ വിയർത്ത് നനയോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ വർഷം വല്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ. ഈ വർഷം ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ഒരു ചൂട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് വിയർത്ത് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ നേരത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പുകച്ചിലില്ലായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൂമിനകത്തിരുന്നാലും ഉണ്ടല്ലോ അങ്ങ് ആവിയാണ്. ആവി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അസ്വസ്ഥത. അതിൻ്റെ കൂടാണെങ്കിൽ ഈ വെയിലിങ്ങനെ അടിക്കുന്നത് കൊണ്ട് ആ ഒരു വെയിലിൻ്റെ ഇതുകൊണ്ട് തലവേദന എന്താ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു കാലാവസ്ഥ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ബാംഗ്ലൂരിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്നും ഞങ്ങളിങ്ങനെ അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. അത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചൂടിൽ നമ്മൾ നിന്നിട്ടില്ല. ഓക്കെ, ഫാനിൻ്റെ കാറ്റൊന്നും ഇപ്പോൾ എങ്ങും ഏശുന്നില്ല. നാട്ടിൽ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വരുമ്പം നമ്മൾ ആരെയാണ് കൂടെ നിർത്തേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ, നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ നിന്നത് ആരാണോ അവരെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് ആദ്യം കൂട്ടേണ്ടത്. പക്ഷേ ഇന്ന് ഈ ലോകത്ത് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരുമ്പോൾ കൂടെ നിന്നവരെയൊക്കെ അങ്ങ് മറക്കും. സന്തോഷവും സുഖവും ഒക്കെ കിട്ടുന്ന സമയത്ത് ആ ലെവലിലുള്ള ആൾക്കാരെ തേടിപ്പോവും. മനുഷ്യരെല്ലാവരും ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒന്നും നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ കൂടുതലായിട്ട് മോട്ടിവേഷനൊന്നും നമ്മൾ കേൾക്കാറില്ലായിരുന്നു. കാരണം എന്താ, പണ്ടത്തെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടോ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയൊന്നും അധികം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അധികം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അന്നത്തെ കാലത്തുള്ളവർക്ക് ചെറിയൊരു സന്തോഷം വന്നാലും അവർ എല്ലാവരുമായിട്ട് പങ്കിടുമായിരുന്നു. വേറൊരാൾക്ക് ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും ദുഃഖമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സന്തോഷം വന്ന എല്ലാവരുടെയും കൂടെ സന്തോഷവും, ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ ദുഃഖം അനുഭവിക്കുന്നവൻ്റെ മാത്രം ദുഃഖമായി തീർന്നേക്കുക. അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ സ്പീച്ച് നമ്മൾ കൂടുതൽ കേൾക്കാറ് അല്ലേ. കുറേ പേര്, ഇപ്പം ഞാനെന്നല്ല കുറേ ആൾക്കാർ അവരവരുടെ അനുഭവത്തിൽ കൂടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് എന്തുകൊണ്ട് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് അവർക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായി ജീവിക്കാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഇത് ശരിയല്ലേ അല്ലെങ്കിൽ ഇത് തെറ്റാണോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ചോദ്യമായിട്ട് നിൽക്കും. ആ ചോദ്യം നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് മാറ്റണമെന്ന് നമുക്കൊന്ന് തോന്നും. ഞാൻ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞാനത് പിന്നെ ആയാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോകാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാനൊരു കാര്യം ചെയ്യണമോ വേണ്ടായോ എന്നൊരു 10 വട്ടം ചിന്തിച്ച് ആലോചിച്ചിട്ട് ഞാനൊരു കാര്യം മുന്നോട്ട് വെക്കാറുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സങ്കടത്തിൽ എൻ്റെ കഷ്ടത്തിൽ എൻ്റെ കൂടെ നിന്നവരെ ഞാൻ ഈ നിമിഷവും ഞാൻ മറക്കാറില്ല. അവർക്കൊരു വിഷമമെന്ന് പറഞ്ഞാൽ അവർക്കൊരു സങ്കടമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി എത്താറുമുണ്ട്. ഞാൻ എന്നാ പറ്റുന്ന ഞാൻ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. എന്നെ സഹായിച്ചിട്ടുള്ളവർ ആരായാൽ കൂടി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാറുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒന്ന് കൊടുത്താരും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മനസ്സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ നോക്കുക. അത്രമാത്രം ഞാൻ ചിന്തിക്കാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരെയും സന്തോഷിപ്പിച്ചിട്ടൊന്നും ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ കൂടി നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യുക. അത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ടേക്ക് കെയർ. ബൈ.